ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശബരിമല മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം. 2 കേസുകളിലും സ്വാഭാവിക ജാമ്യം ലഭിച്ച സുധീഷ് കുമാർ ഇന്ന് ജയിൽ മോചിതരാക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. എൻ വാസുവിനെ 14 ദിവസത്തേക്ക് വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുമുണ്ട്. ഷമീർ അബ്ദുൾ കൊല്ലത്തുനിന്ന് ചേരുകയാണ്. ഷമീർ, ഇക്കാര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് തന്നെ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് മുൻപ് തന്നെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച കാര്യമാണ്. ഇപ്പോൾ വീണ്ടും ഒരാൾക്ക് കൂടി ഇത്തരത്തിൽ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം. ഇത്തരത്തിൽ ഏത് നിലയ്ക്കാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതികളുടെ നില? പ്രോസിക്യൂഷന് ഇതുവരെയും ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായും ലഭിക്കേണ്ട ജാമ്യം, അതായത് 90 ദിവസം കഴിയുമ്പോൾ പ്രതികൾക്ക് സ്വാഭാവികമായും കോടതി ജാമ്യം അനുവദിക്കും. അങ്ങനെ അനുവദിക്കുന്ന ജാമ്യത്തിലൂടെയാണ് ഇപ്പോൾ പ്രതികൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. കഴിഞ്ഞ ദിവസം എൻ ശ്രീകുമാർ ഇത്തരത്തിൽ 42ാം ദിവസം പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടായി. മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കട്ടളപ്പാളി കേസിൽ ജാമ്യം കിട്ടുന്ന സാഹചര്യമുണ്ടായി. മുരാരി ബാബു 90 ദിവസത്തിന് ശേഷം ആ ജാമ്യം കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സ്വാഭാവിക ജാമ്യത്തിന് എല്ലാവരും അർഹരാകുന്നു. ഇതുവരെയുമായും ഇത്തരത്തിൽ SITക്ക് ഈ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാത്തത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഈ കേസിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വിജിലൻസ് കോടതി വാദം കേൾക്കും. ഒപ്പം ദ്വാരപാലക ശില്പ കേസിൽ തന്ത്രി കണ്ഠര രാജീവര ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അത് നാളെ കോടതി പരിഗണിക്കും. എൻ വാസുവിന് 14 ദിവസത്തേക്ക് കോടതിയിൽ ഹാജരാക്കി വീണ്ടും റിമാൻഡ് ചെയ്തു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരത്തെ തന്നെ ദ്വാരപാലക കേസുകളിൽ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. എന്തായാലും അറസ്റ്റ് ചെയ്ത് 90 ദിവസം പൂർത്തിയായ സാഹചര്യത്തിൽ കട്ടളപ്പാളി കേസിൽ ജാമ്യം അനുവദിക്കണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിലവിലെ ആവശ്യം. സംഗീത.